എന്തൊട്ട് പരിപാടി മക്കളെ. അങ്ങനെ ഋഷീശിലത്തെ 2ാം ദിവസം ഉണ്ടാകും. അങ്ങോട്ട് എങ്ങോട്ടെങ്കിലും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാ. അപ്പോൾ പറഞ്ഞൊരു സീക്രട്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞു. പിന്നെ നേരെ വിടാമെന്ന് വിചാരിച്ചു. കാലിന് ഏതാണ്ട് പിന്നെ സൈക്കിളൊന്നും എടുത്തില്ല, നേരെ അങ്ങോട്ട് നടന്നു. ചൊണ്ടിയിട്ട് വെച്ചാൽ എങ്ങോട്ടെങ്കിലും പോകണ്ടേ, ബോറടിച്ചിട്ട് വയ്യ. അങ്ങനെ പോകും വഴിക്കാൻ വെച്ചാൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ. അങ്ങനെ നോക്കുമ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ അരുവിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നേരെ പോയിട്ട് ആദ്യം വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുമാതിരി സാധനമാണ്, ഇതിന് വാട്ടർഫോൾ എന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കാണുമ്പോൾ വലിയ രസമൊന്നുമില്ല, പക്ഷേ കണ്ടവാൻ ആൾക്കാരുണ്ടേ. അങ്ങനെ സീക്രട്ട് വാട്ടർഫോൾ ഇതെല്ലാം മോളിക്ക് കയറാന്ന് പറഞ്ഞു. അങ്ങനെ മോളിക്ക് നടക്കാൻ വീണ്ടും തുടങ്ങി. നോക്കിയപ്പോൾ ഗംഭീര ഓഫ് റോഡാട്ടാ. നടന്നു പോകുമ്പോൾ തന്നെ കാല് തെന്നിട്ട് പോവുക. അങ്ങനെ എങ്ങനെയൊക്കെയോ വഴിയൊക്കെ തെറ്റി ഏതൊരു കാടിനുള്ളിലേക്ക് കയറി. ഞാനാ ഒറ്റയ്ക്കാ പെട്ടുന്നായി. ആദ്യത്തെ വാട്ടർഫോളിന് മാത്രം ആൾക്കാരുള്ളൂ, പിന്നത്തേലും ആൾക്കാരേ ഇല്ല. അങ്ങനെ ഞാൻ കയറി ഏതൊരു കാടിനുള്ളിലേക്ക് എത്തി. തിരിച്ചു പോകാനും വഴി അറിയുന്നില്ല, ഇറങ്ങാനും അറിയില്ല. അങ്ങനെ എന്താ ചെയ്യുക, നേരെ നടക്കണേ. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ പോലും കാണില്ല എങ്ങോട്ടാ പോവാന്ന്. ആകെ പെട്ട അവസ്ഥയായിട്ട് ഞാൻ. വേറെ ആൾ സൗണ്ട് പോലും കേൾക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ടെൻഷനായി, എങ്ങോട്ടെങ്കിലും എത്തണ്ടേ. അങ്ങനെ മോളിക്ക് നോക്കിയപ്പോൾ മോളിക്ക് ഒരു വഴിയുമുണ്ട്. അങ്ങനെ നേരെ പോയപ്പോൾ ഒരു വാട്ടർഫോൾ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെക്കൻ ഇവിടുന്ന് വന്നേന്ന് പോലും അറിയില്ല അവനെ. അങ്ങനെ നേരെ അവൻ്റെ ഒപ്പം പോയി. അവനെ അഡ്വഞ്ചർ കുറച്ച് കൂടുതൽ. അവൻ ഇല്ലാത്ത കുന്നുമലൊക്കെ കയറ്റിയിട്ട് തന്നെ കൊണ്ടുപോയി, ഒരു രക്ഷയില്ല അവൻ. അങ്ങനെ ആ കണ്ടതാണ് വാട്ടർഫോൾ. എന്താ ചെയ്യാല്ലേ, കഷ്ടപ്പെട്ട് പട്ടീനെ പോലെ കാട്ടിനുള്ളിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് കിട്ടിയൊരു വാട്ടർഫോളാണ്. എന്നിട്ടൊരു പേരും സീക്രട്ട് വാട്ടർഫോൾ. എന്താ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ റൂമിൽ കയറലുണ്ട്. ഇപ്പോൾ വേറെ എന്താ പരിപാടി. ഇന്നാ വെച്ചാൽ മഴ പെയ്തിട്ടില്ല, രക്ഷപ്പെട്ടു മകളെ.